രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ വാഹനത്തിൽ വെച്ചിരിക്കുന്ന ബാറ്ററിയുടെ മുകൾ ഭാഗത്ത് കാണുന്ന ഈ ക്ലാമ്പ് നല്ല രീതിയിൽ ഇടുകയും ഈ കാണുന്ന ബോൾട്ടും ഇട്ട് നല്ല രീതിയിൽ നമ്മുടെ ബാറ്ററി അവിടെ ഫൗണ്ടേഷനിൽ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ ഉറപ്പിച്ച് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഹമ്പ് ചാടുന്ന സമയത്ത് സ്പീഡിൽ പോയി ഹമ്പൊക്കെ ചാടുകയാണെങ്കിൽ ബാറ്ററി പൊങ്ങിത്തെറിച്ച് എൻജിൻ റൂമിനകത്തേക്ക് വീണ് അപകട സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ വാഹനം നമ്മൾ സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് ഈ ബാറ്ററിയുടെ ഈ കാണുന്ന പച്ച തെളിഞ്ഞ ഒരു ലൈറ്റ് തെളിഞ്ഞതുപോലെ നമുക്ക് കാണാം. ആ പച്ച തെളിഞ്ഞതുപോലെ കാണുന്ന ലൈറ്റ് ഉണ്ടെങ്കിൽ ആ ബാറ്ററിക്ക് സെല്ലിനൊന്നും കുഴപ്പമില്ല എന്നാണ്. അതേ സ്ഥാനത്ത് ഇവിടെ റെഡാണ് കാണുന്നതെങ്കിൽ ബാറ്ററി സെല്ല് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്, ചെക്ക് ചെയ്യിച്ച് നോക്കണം. നമ്മളെപ്പോഴും വാഹനം ഓടിക്കുന്നതിന് മുമ്പ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ റേഡിയേറ്ററിൻ്റെ അടപ്പ് തുറന്ന് നോക്കിയില്ലെങ്കിൽ പോലും തൊട്ട് സമീപത്തായി കാണുന്ന ഇത്തരം ഒരു ടാങ്കുണ്ട്. ആ ടാങ്കിൽ പച്ച കളറിൽ കൂളൻ്റ് ഉണ്ടോ എന്ന് നോക്കണം. ആവശ്യത്തിന് ഇതിന് കൂളൻ്റ് പച്ച കളറിൽ കാണാൻ വരുന്നുണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഫില്ല് ചെയ്തിട്ട് വേണം വാഹനം ഓടിക്കുവാൻ. വൈപ്പറിൻ്റെ ടാങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ടോ എന്ന് ഒന്ന് തുറന്ന് നോക്കണം. വൈപ്പറിൻ്റെ ടാങ്കിൽ ആവശ്യത്തിന് വെള്ളം നിറച്ചിട്ടുണ്ട്. വൈപ്പറിൻ്റെ ടാങ്കും ഒന്ന് വീണ്ടും ഒന്ന് പോയിട്ട് വന്നോ. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം വാഹനം ഉപയോഗിക്കാൻ.